ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു. ഇന്ത്യയും റഷ്യയും ഇന്നത്തെ ഇറാനും തമ്മിലുള്ള ബന്ധം ഏകദേശം 2500-3000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. വ്യാപാരം, സംസ്കാരം, ശാസ്ത്രജ്ഞാനം എന്നിവ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ കൈമാറ്റപ്പെട്ടു. 8-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് ഇറാനിൽ നിന്ന് കുടിയേറിയ പാർസികൾ ഈ ബന്ധം കൂടുതൽ ശക്തമാക്കി. 1990-കളിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള കോൾഡ് വാർ അവസാനിച്ചതോടെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ശക്തമായി, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന്റെ വിഷയത്തിൽ. ഇന്ത്യയും ഇറാനും ഒരേ നിലപാടാണ് അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ സ്വീകരിച്ചത്. അഫ്ഗാനിസ്ഥാനെ ഒരിക്കലും കൈവിടാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഇന്ത്യ ഇറാൻ രാഷ്ട്രത്തലവന്മാരുടെ സന്ദർശനങ്ങൾ ബന്ധം ശക്തമാക്കി. ഇറാനിലെ ചബഹാർ തുറമുഖ വികസനം ഇന്ത്യ ഇറാൻ ബന്ധത്തിലെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ഇതിലൂടെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യയും നേരിട്ട് ബന്ധിപ്പിക്കാനുള്ള തന്ത്രപ്രധാനമായ മാർഗം ലഭിച്ചു. ഊർജ്ജ വ്യാപാരവും പ്രത്യേകിച്ച് എണ്ണ ഇറക്കുമതി ബന്ധത്തിലെ പ്രധാനപ്പെട്ട ഘടകമായി. ഇറാന്റെ മേലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ബന്ധത്തെ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടെങ്കിലും പുരാതന സംസ്കാര ബന്ധവും തന്ത്രപ്രധാനമായ താൽപര്യങ്ങളും ഇന്ത്യ ഇറാൻ ബന്ധത്തെ നിലനിർത്തുന്നു. എന്നാൽ ഇറാനിലെ നിലവിലുള്ള സർക്കാരിന് ചില തെറ്റായ തീരുമാനങ്ങൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ചില പ്രകടമായ ഭിന്നതകൾക്ക് കാരണമാകുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ സംഭവിച്ചത്. ഇന്ത്യയും ഇറാനും തമ്മിൽ സംഘർഷങ്ങൾക്ക് കാരണമായ സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസംബർ 8-ന് MP വലിയന്റ് എന്ന ഇന്ത്യയുടെ ഒരു ഓയിൽ ടാങ്കർ കപ്പൽ UAE-യിലെ പോർട്ട് ഡിബയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. പേർഷ്യയുടെ അടുത്തല്ല പോർട്ട് ഡിബ. ബന്ദാർ അബ്ബാസിൽ നിന്ന് പോർട്ട് ഡിബയിലേക്ക് ഏകദേശം 70 നോട്ടിക്കൽ മൈൽ ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് 125 കിലോമീറ്റർ. അതിലുണ്ടായിരുന്നത് ലോ സൾഫർ ഫ്യൂൽ ആണ്. ലോ സൾഫർ ഫ്യൂൽ ഉള്ളത് UAE-യിലാണ്, ഇറാനിലല്ല. ഇറാൻ നേവി ആ കപ്പൽ പിടിച്ചെടുത്തു ബന്ദാർ അബ്ബാസിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞത് ഇറാന്റെ ഫ്യൂൽ ആ കപ്പൽ മോഷ്ടിച്ചു എന്ന്. ആ കപ്പലിൽ 16 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു, അവരെയും പിടിച്ചു കൊണ്ടുപോയി. 8 ആളുകളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി, ബാക്കിയുള്ളവരെ കപ്പലിൽ പിടിച്ചു വെച്ചു. ഡിസംബറിലും ജനുവരിയിലും USA-യും ഇറാനും തമ്മിൽ പ്രശ്നമുണ്ടായി. USA അവരുടെ 2 വിമാനവാഹിനി കപ്പലുകൾ കൊണ്ടുവന്നു. USA ഇറാനെ ഭീഷണിപ്പെടുത്തി. ഫെബ്രുവരി 1-ാം ആഴ്ച ഇന്ത്യക്ക് കോൺസുലർ ആക്സസ് അനുവദിച്ചു. പക്ഷേ ഇന്നും അവരെല്ലാം ഇറാന്റെ കസ്റ്റഡിയിൽ തന്നെ. ജനുവരി 1-ാം ആഴ്ച തന്നെ ഇന്ത്യ ചബഹാർ തുറമുഖം ഇറാന് തിരികെ കൊടുത്ത് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ചബഹാർ തുറമുഖം ഓപ്പറേഷൻ കോസ്റ്റായി ഇറാന് കിട്ടിക്കൊണ്ടിരുന്ന വലിയ എമൗണ്ട് അവർക്ക് നഷ്ടമായി. ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുക ഒരു പ്രശ്നമാണ്, പക്ഷേ അതിന് തൽക്കാലം വേറെ വഴി കണ്ടെത്താൻ ഇന്ത്യക്ക് പറ്റും. ഭാവിയിൽ പാകിസ്ഥാൻ കശ്മീറും ഗൽജിത് ബൽഗിസ്ഥാനും ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് ലാൻഡ് റൂട്ട് വഴി എക്സ്പോർട്ട് നടത്താവുന്നതാണ്. ഇന്ത്യൻ കപ്പൽ എണ്ണ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് 16 ആളുകളെ ബന്ദിയാക്കി വെച്ചത്. അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുന്നു. അറബിക്കടലിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ഇറാന്റെ 3 എണ്ണക്കപ്പലുകൾ ഇന്ത്യ കഴിഞ്ഞ ആഴ്ച പിടിച്ചെടുത്തു, ബോംബെയിലേക്ക് കൊണ്ടുവന്നു. അതിലുള്ള സെയിലേഴ്സിനെയും ഓഫീസേഴ്സിനെയും പിടിച്ച് NIA-ക്കും CBI-ക്കും കൊടുത്തു. ഇപ്പോഴാണ് ഇറാൻ തലക്കടി കിട്ടിയ കാര്യം മനസ്സിലായത്. 1 അല്ല 2 തവണ. 1 ചബഹാർ തുറമുഖം ഒഴിവാക്കി, 2 ഇറാന്റെ 3 കപ്പലുകൾ പിടിച്ചെടുത്തു. ഇറാൻ ഒരിക്കലും ഈ തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. ഇറാനെ, നീ അറബിക്കടലിൽ നിന്റെ കപ്പൽ കൊണ്ടുപോകാൻ, ചൈനക്ക് എണ്ണ കൊണ്ടുപോകാൻ, നിനക്ക് കാണിച്ചു തരാം ഇവിടുത്തെ രാജാവാരാണെന്ന്. ഇന്ത്യൻ ഓഷൻ ഇനി ഇന്ത്യയുടെ ഗുണ്ടരാജാണ് നടക്കാൻ പോകുന്നത്. ചൈനക്കും അമേരിക്കക്കും ഇവിടെ ഇന്ത്യയോട് മുട്ടാൻ ധൈര്യമില്ല, പിന്നെയാണ് നത്തോലിയായിട്ടുള്ള ഇറാൻ. ഇതിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ മുംബൈ, ഗുജറാത്തിൽ നിന്ന് UAE, സൗദി അറേബ്യ വഴി ഇസ്രയേലിലെ ഹൈഫ പോർട്ടിലൂടെ ഗ്രീസ് വഴി യൂറോപ്പിലേക്ക് പോകുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ വരാൻ പോവുകയാണ്. ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് വലിയൊരു ഭീഷണിയാണ്. ചൈനയെ പ്രീതിപ്പെടുത്താനാണ് ഇറാൻ ഈ കാര്യം ചെയ്തത്. വരും വരൈമകളൊക്കെ നോക്കാതെ കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഏതായാലും മുംബൈയിൽ ഇറാന്റെ നേവിയുടെ ഓഫീസേഴ്സ് എത്തിയിട്ടുണ്ട്, മാപ്പ് പറഞ്ഞ് തലയൂരാൻ. അമേരിക്കൻ നേവിയെ പോലെ ഫ്ലീറ്റ് കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്താനും പണം വേസ്റ്റാക്കാനൊന്നും ഇന്ത്യ തയ്യാറല്ല. കറക്റ്റ് ടൈമിൽ കറക്റ്റ് സ്ഥലത്ത് വെച്ച് തലക്കടിക്കാൻ ഇന്ത്യക്കറിയാം. ചൈനയ്ക്ക് വേണ്ടി നല്ലൊരു സുഹൃത്തിനെ കളയണ്ട, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.